കഠിനമായ ചൂടിൽ നട്ടം തിരിയുകയാണ് സംസ്ഥാനത്തെ കോഴി കർഷകർ. ഉയർന്ന താപനില മൂലം ഫാമുകളിൽ കോഴികൾ ചത്തൊടുങ്ങുകയാണ്. കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്താത്തത് മൂലം നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പോലും ലഭ്യമാകില്ല എന്ന ദുരവസ്ഥയാണ് കോഴി ഫാം ഉടമകൾ നേരിടുന്നത്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് മറ്റെല്ലാ മേഖലകളിലെയും പോലെ കോഴി ഫാമുകളെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പല ഫാമുകളിലും ചൂടിന്റെ ആധിക്യം മൂലം കോഴികൾ ചത്തൊടുങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലാടിസ്ഥാനത്തിൽ കണക്കെടുപ്പ് നടത്തിയാൽ നിരവധി ഫാമുകളിലായി നൂറുകണക്കിന് കോഴികൾ ചൂടിന്റെ ആധിക്യം മൂലം ചത്തൊടുങ്ങിയതായി കർഷകർ തന്നെ പറയുന്നു. 1000 കോഴിക്ക് 8 കോഴി വീതം ദിനംപ്രതി ചത്തൊടുങ്ങുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതനുസരിച്ച് വരും ദിവസങ്ങളിലും സമാന സാഹചര്യം തുടരുമെന്നാണ് കർഷകർ സൂചിപ്പിക്കുന്നത്. അതിഥി തൊഴിലാളികൾ നാടുകളിലേക്ക് പോയതിനെ തുടർന്ന് തൊഴിലാളി ക്ഷാമവും രൂക്ഷമായിരിക്കുകയാണ്. ഈ മേഖലയിൽ നിലവിൽ സംരംഭകരായിട്ടുള്ളവരിലേറെയും പ്രായം ചെന്നവരാണ്. ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നതുമില്ല. ഇതേക്കുറിച്ച് കേരള പോൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ കർഷകർ ഇങ്ങനെ വ്യക്തമാക്കി. കോഴിക്കൃഷി മേഖല വളരെ ശോചനീയമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമിതമായ ചൂട് കൊണ്ട് കോഴി ചാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഏതാണ്ട് 1000 കോഴിക്ക് ഒരു 8 കോഴിയോളം ഡെയിലി ചാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ കഠിനമായിക്കാണ്. നമുക്ക് പല ടൈമിലും കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കോഴിനെ ഓടിക്കുകയും അതുപോലെ വെള്ളം അടിക്കുകയും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കേരളത്തിൽ കോഴി മേഖല വ്യവസായത്തിലുള്ളതുകൊണ്ട് നമുക്ക് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റ് ഉള്ള തലത്തിലോ ഒരു സഹായം നിലവിൽ ലഭിക്കുന്നില്ല. മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ മിക്കവാറും വലിയ താമസമില്ലാതെ കേരളത്തിൽ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. കാരണം 50 വയസ്സിന് മേളിലുള്ള ആളുകൾ മാത്രം തൊഴിലെടുക്കുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണത്. പുതിയ തലമുറയെ നമുക്ക് ഈ കോഴിക്കൃഷി മേഖലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ എന്തെങ്കിലും സഹായമൊക്കെ ലഭിക്കുക. സബ്സിഡി, അതുപോലെ വൺ ടൈം ടാക്സ്, ലേബർ ചെസ്, കൊമേഴ്സ്യൽ ടാക്സ് ഇതൊക്കെ ഒരു നിജപ്പെടുത്തി തന്നില്ലെങ്കിൽ നിലവിലുള്ള കോഴിക്കർഷകർ വരെ ഈ മേഖല വിടുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. വ്യവസായത്തിൽ നിന്നും കൃഷി എന്ന മേഖലയിലേക്ക് കോഴി ഫാമുകളെ ഉൾപ്പെടുത്താൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല. ഇക്കാരണം കൊണ്ടുതന്നെ ആനുകൂല്യങ്ങളും ലഭ്യമാകില്ല. ചൂട് കനക്കുന്ന പക്ഷം കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ട അവസ്ഥയിലാണ് കോഴി ഫാം ഉടമകൾ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.